നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഏഞ്ചലിനോട് ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ സമയം എന്താണ് അവർക്ക് നൽകുന്ന ഗൈഡൻസ്. ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായി കാർഡ്സിന് നൽകുക. ഫോർ ഓഫ് പെൻറ്റിക്കിൾ, the devil, queen of wand, queen of cup, okay, queen of sword. ഓക്കെ, കൂടുതലും സ്ത്രീകളുടെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ നിങ്ങൾ വച്ചിരിക്കുന്നതായി കാണുന്നു. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അമിതമായി ഭാരങ്ങൾ ചുമക്കുന്ന ഒരു വ്യക്തിക്കും അധിക ദൂരം നടക്കുവാൻ സാധിക്കത്തില്ല. അവർ തളർന്നു പോകും. പകുതിക്ക് വെച്ച് അവർ സർവ്വതും ഉപേക്ഷിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ സറണ്ടർ ചെയ്യുക. പ്രപഞ്ചത്തിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം ഭാരങ്ങൾ നിങ്ങളുടെ ചിന്തയിലാണെങ്കിലും ഹൃദയത്തിലാണെങ്കിലും ഒക്കെ ഭാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. ആരും നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാനോ അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനോ സാധിക്കാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ആരോടും പറയാൻ പറ്റാത്ത ചില ഭാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുവാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല. നിങ്ങൾ പാതി വഴിയിൽ തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഫോർ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണിലേക്ക് നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചക്രത്തെയാണ് ഇവിടെ പ്രപഞ്ചം ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് ആ അനുഭവിക്കുന്നതിന് ഒരു മറുവശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അതിൽ വിശ്വസിക്കുക. നിങ്ങൾ ഫേസ് ചെയ്ത എന്ത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷന് ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാകുമെന്നും ജീവിതത്തിൽ അതൊരു സക്സസിൻ്റെ സമയമായിരിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ ഭാരങ്ങളും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഡബിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആൻസൈറ്റി, ഡിപ്രഷനെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള ചില അഡിക്ഷനുകളുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ ചില കാര്യങ്ങളെ റിപ്പീറ്റായിട്ട് ചിന്തിച്ച് കരയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില അഡിക്ഷനുകളിലായി പോയിരിക്കുന്ന സിറ്റുവേഷൻ. അഡിക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ എന്താണോ അമിതമായി യൂസ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് അഡിക്ഷനാണ്. ഇപ്പം ഫോൺ അമിതമായി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഫോണിന് അഡിക്ഷനാണ്. മദ്യമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് അവർ അഡിക്ഷനാണ്. ഇപ്പം ടാറോ കാർഡ് റീഡിങ് ഒന്ന് മാറി നേരം വെളുത്ത് ഇരുട്ടുന്നത് വരെയും അത് കാണുന്നെങ്കിൽ അതിന് നിങ്ങൾ അഡിക്ഷനാണ്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. ചില വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങൾക്ക് അഡിക്ഷൻ ആയിരിക്കുന്നു. ആ വ്യക്തിയുടെ സൗണ്ട് കേൾക്കാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അവരുടെ മെസ്സേജ് ഇല്ലാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അവരുടെ ഫോട്ടോ കാണാതെ അവരൊന്ന് വിളിക്കാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ചില വ്യക്തികൾ പോലും നിങ്ങൾക്ക് അഡിക്ഷനായി മാറിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഡബിളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഓക്കെ, വീണ്ടും ഫോർ ഓഫ് കോയിൻ ആണ്. ഇതാണ് നിങ്ങളുടെ ഭാരമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എടുത്ത അതേ കാർഡ് തന്നെയാണ്. ഫോർ ഓഫ് കോയിൻ്റെ കാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങളെ നിങ്ങൾ മാറ്റിവെക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കില്ല. നിങ്ങൾ തളർന്നു പോകുന്ന അവസ്ഥയാണ് ഇവിടെ പ്രപഞ്ചം കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി, നിങ്ങൾ സ്വതന്ത്രരാകുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും. പക്ഷേ അതിനെന്താണ് വേണ്ടത്? നിങ്ങളുടെ ഉള്ളിലൊരു ഫയറുണ്ട്. ആ ഫയറിനെ തിരിച്ചറിയുക. നിങ്ങളുടെ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും നിങ്ങൾ അല്പം മാറ്റി നിർത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി എന്താണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ കർമ്മയിലേക്കും ഫോക്കസ് ചെയ്യുക. നയൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വിട്ടുകളയാൻ സാധിക്കാതെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളതായി കാണുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ എല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിലോട്ടൊന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് ഭാരങ്ങൾ മനസ്സിൽ കയറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിലേക്കും നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുവാനോ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മടങ്ങി ചെല്ലുവാനോ നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം പ്രപഞ്ചം പറയുന്നത് അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ നിങ്ങൾ ചില ഗൈഡൻസ് എടുക്കുക. ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം. ടാരോ കാർഡ് റീഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ചില
കൗൺസിലിങ്ങിൽ നിന്നോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുത്ത് നിങ്ങളുടെ മാനസികാവസ്ഥയെ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് പ്രപഞ്ചം പറയുന്നത്. ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി വരുന്നത് നിങ്ങളെപ്പോഴും ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതിന് പകരം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഹെർമിറ്റിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ചില ഇമോഷണൽ അഡിക്ഷനായി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാരണം നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. നിങ്ങൾ വഴിയിൽ തനിച്ചായി പോകുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ക്യൂൻ ഓഫ് സോഡ് ഇവിടെ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പ്രതികൂല സാഹചര്യങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാനസിക ബലം ഉണ്ടായിരിക്കണമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് പ്രപഞ്ചം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് നൽകുന്നുണ്ട്. അതൊരു പക്ഷേ ഈ വീഡിയോയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് ആ ഗൈഡൻസ് ലഭിക്കുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, 2 കാർഡ്സ് വന്നിരിക്കുന്നു. ഓക്കെ, ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്, ഒരു റീബർത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണം. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മ കാർഡാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയെങ്കിലേ മതിയാകുകയുള്ളൂ. നമ്മുടെ പാസ്റ്റിൽ നടന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴിക്ക് അതൊരു പാഠമാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. പക്ഷേ ആ വന്നു ചേരുന്നത് വരെ നിങ്ങൾക്ക് അത് പ്രതീക്ഷയോടെ കാത്തിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു എനർജി വേണം. ഒരുപാട് ഭാരങ്ങൾ എടുത്തുകൊണ്ട് മാനസികമായി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കാനാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിന് സറണ്ടർ ചെയ്യുക. എങ്ങനെയാണ് സറണ്ടർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ വേദനയായിട്ട് നിലവിലുള്ളത് ആ സിറ്റുവേഷനെ നിങ്ങൾക്ക് പറയാം, താങ്ക് യു, എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു, ഞാൻ പൂർണ്ണമായും റിലീസാക്കുന്നു. ഏത് സിറ്റുവേഷനാണോ ആ വ്യക്തികളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ വ്യക്തികൾ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷത്തിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു, അതിനെല്ലാം ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അവരെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുക, ഞാൻ എന്നെ മറ്റാരെക്കാളും അധികമായി ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, ആരുടെ മുമ്പിലും ഒന്നിനു വേണ്ടിയും എൻ്റെ ആത്മാവിനെ കരയിക്കില്ല എന്ന് നിങ്ങളുടെ കണ്ണാടിയിൽ തന്നെ നോക്കി നിങ്ങൾ പറയുക. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ സെൽഫ് ലവ് എടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇത് മൂണിൻ്റെ എനർജിയാണ്. മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ റിവീലാകും. ഓക്കെ, ചില രഹസ്യങ്ങളുണ്ട്, നിങ്ങൾ പോലും അറിയാത്ത ചില പ്രപഞ്ച രഹസ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രപഞ്ചം കാണിക്കും. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളായിരിക്കാം. അവരിൽ നിന്നുമുള്ളൊരു സ്നേഹം, സമ്മാനം, ഇതെല്ലാം നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു. എല്ലാത്തിനും പുറമെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായി കാണും. നിങ്ങൾ ചെയ്യാത്ത തെറ്റിനോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും പ്രപഞ്ചം പറയുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. അതിന് വേണ്ടിയിട്ട് സ്വയം നമ്മൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. യൂണിവേഴ്സ് നമ്മുടെ കൈ പിടിച്ച് നടത്തത്തില്ല, നമുക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കും. അതൊരു പക്ഷേ റീഡിങ്ങിലൂടെ ആയിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ യാദൃച്ഛികമല്ല, പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റത്തിനുള്ള സമയമാണെന്ന് മനസ്സിലാക്കുക. പ്രപഞ്ചം നിങ്ങളിലേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടുള്ള വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് കറണ്ട് ഫീലിങ്സ്? ഓക്കെ, നിങ്ങൾക്കുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണോടുള്ള? ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള എനർജി. ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായി കാർഡ്സിന് നൽകുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളോടുള്ളത്.
ഓക്കെ, വാക്ക് തർക്കങ്ങളാണോ? വാക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്, ചോദ്യം ചെയ്യലാണ്. ഓക്കെ, ക്ലാരിറ്റി ഇല്ല, ആവശ്യമില്ലാത്ത ചിന്തകളും എടുത്തുചാട്ടവും ചോദ്യം ചെയ്യലും വഴക്കുകളും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളോടുള്ളത്. വളരെ പെയിൻ അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജിയും സെയിം എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. ദൈവത്തിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിനായും ഒരു വിജയത്തിനായും കാത്തു നിൽക്കുന്നു. ഏകദേശം നിങ്ങൾ അതിനുവേണ്ടി സ്ട്രോങ് അഫർമേഷൻ ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതോടുകൂടി നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നിലവിലെ സിറ്റുവേഷൻ ഇതാണ്, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ വിജയിക്കും, മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീയൂണിയൻ സംഭവിക്കുമോ? സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ബന്ധത്തിന് സാധിക്കുമോ? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, റീയൂണിയൻ സാധിക്കുമോ? 9 ഓഫ് പെൻഡിക്കിൾ, 5 ഓഫ് സോഡ്. ഓക്കെ, ഒന്നാമത്തെ കാർഡിന് റീയൂണിയൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രത്തോളം വാല്യുബിൾ ആയിട്ടാണ് നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അവർ കാണുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. എത്ര ശ്രമിച്ചിരുന്നാലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി നിങ്ങളെ മാനസികമായി അവിടെയും ചാടി ഇവിടെയും ചാടി മനസ്സിനെ തെറ്റിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് വ്യക്തികളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ട് അവർ മാനസികമായി തെറ്റിച്ചുകൊണ്ട് അവിടെ സന്തോഷം കണ്ടെത്തുക, അത് അവർക്കൊരു ഹരമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെയും തങ്ങളെ തെറ്റിക്കുക, വഴക്കുടിക്കുക, നിങ്ങൾ കരയുക, വിഷമിക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കാതെ പോകുക, ഇതിലെല്ലാം ഒരു ഹരം കാണുന്ന ഒരു ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവരതിലൊരു സന്തോഷം കണ്ടെത്തുന്നു. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അവർക്ക് വിജയിക്കുക, അവർക്ക് ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ നടത്തി സന്തോഷിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം അത് നിലനിൽക്കുന്നത് കാരണം ഇപ്പോൾ നിലവിൽ സാധ്യമല്ല. ഇതൊരു മൈനർ ആർക്കാന കാർഡാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടാണ് റീയൂണിയനുള്ള സാധ്യത ഇവിടെ കുറയുന്നത്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശക്തമായി അഫർമേഷൻ ചെയ്യുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട്. മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ സമയം അനുകൂലമായി വരും. ആ സമയത്ത് തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ടാകും. നിലവിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു രണ്ടാമത്തെ കാർഡിന്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, എന്തായാലും ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ്, എങ്കിലും നമുക്ക് ഒരു മെസ്സേജ് കൂടി എടുക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഈ ഒരു സമയം എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സോള് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ഇവിടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ അത്രത്തോളം അഡിക്റ്റഡ് ആണ്, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റുന്നില്ല. ഓക്കെ, അവരെ മിസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നാൽ തന്നെയും ആളിനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഓക്കെ, സാമ്പത്തിക കാര്യങ്ങളിൽ ആൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ആളിൻ്റെ സാമ്പത്തിക നഷ്ടത്തെയാണ് ആൾ ഓർക്കുന്നത്. നിങ്ങൾ കാരണമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് സക്സസ് കിട്ടാത്തത്. എപ്പോഴും നോക്കിയിരുന്നാലും വഴക്ക്, കരച്ചിൽ, ബഹളങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്കും അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലേക്കൊന്നും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്നില്ല.
ഇങ്ങനെ വഴക്കും ബഹളങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സൈഡിലോട്ട് നിൽക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നത്. ഓക്കെ, ഇവിടെയും പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വരുന്നത്. ആളിന് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വരാത്തത് കൊണ്ടും തൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതും കാരണം ഈ ഒരു സമയത്ത് ഇവിടെയും പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അപ്പം അത് കാരണം നിങ്ങളെ കുറ്റാരോപിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് അവർക്ക് ഒരു സെറ്റിലാകാൻ സാധിക്കാതെ പോകുന്നത്, മനസ്സമാധാനമില്ലാത്തത് കൊണ്ട് അവർക്കൊന്നിലേക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ആളിന് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അഡിക്ഷനായിട്ട് നിൽക്കുന്നു, സ്നേഹം കൊണ്ട് വിയർപ്പ് മുട്ടിക്കുന്നതായിട്ടുള്ള എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.